ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലക്ഷ്മി രേവതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കരഞ്ഞോണ്ടാണേ പറയുന്നത്, നിൻ്റെ അസുഖങ്ങളൊക്കെ എളുപ്പം മാറും മോളെ, എളുപ്പം നീ സുഖം പ്രാപിക്കും, അമ്മ അവിടെയാണെങ്കിലും മനസ്സ് ഫുള്ള് ഇവിടെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരയുവാണ് രേവതിയെ. എന്നിട്ട് തിരിഞ്ഞു പോലും നോക്കാതെ നമ്മുടെ ദേവുവിൻ്റെ കൂടെ പോവാണേ തിരിച്ച് വീട്ടിലോട്ട്. രേവതിക്കാണെങ്കിൽ അമ്മയുടെ സങ്കടം കാണുമ്പോൾ രേവതിക്കും സങ്കടം, രേവതിയും ഇരുന്ന് പൊട്ടിക്കരയുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ നീലിമയാണ്. നീലിമ ഇങ്ങനെ ഒരു പഴയ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുവാണേ. എന്നിട്ട് ഇങ്ങനെ പറയുവാണ്, സുധി നിന്നെ പൂട്ടാനുള്ള സ്ഥലമൊക്കെ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഞാൻ നിന്നെ ഇവിടെ വരുത്തിക്കും, എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് 50 ലക്ഷം രൂപ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊണ്ടുവരും സുധി എന്നൊക്കെ പറഞ്ഞിട്ട് നീലിമ പക വീട്ടാനുള്ള ഒരുക്കത്തിലാണ്. എല്ലാ പ്ലാനിങ്ങും കഴിഞ്ഞിരിക്കുകയാണ് സുധിയെ പൂട്ടാനുള്ള നീലിമയുടെ. ഇനി നീലിമയുടെ കയ്യിലൊന്ന് അകപ്പെട്ടാൽ മാത്രം മതിയേ. എന്നിട്ട് നീലിമ ഒരു കൊട്ടേഷൻ സംഘത്തിലുള്ള ഒരാളെ വിളിക്കുവാണേ. നീലിമയുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും തന്നെ അയാളോട് പറയുന്നില്ല. നേരിട്ട് കാണാം, നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാം എന്നൊക്കെയാണ് നീലിമ പറയുന്നത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴേക്കും, കൊട്ടേഷൻ സംഘത്തിനെ വിളിക്കുന്നത് എന്തുദ്ദേശത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം, എന്താ കാര്യം, ആരെയാണെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഒരു സ്ഥലം പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അങ്ങോട്ടേക്ക് വാന്ന് പറയുമ്പോൾ അവർ ജോലി തിരക്കാണെന്നൊക്കെ പറയുവേ. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ ഫ്രീ ആവുമ്പോൾ ഇന്ന് തന്നെ എന്നെ വന്ന് കാണുമെന്നൊക്കെ പറയുവാണേ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഓക്കെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വില പറയും, അതിങ്ങോട്ട് തരണം എന്നൊക്കെ പറയുമ്പോൾ നീലിമ അതിനെ സമ്മതിക്കുന്നുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണം എന്നൊക്കെ നീലിമ പറയുവാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, സാഹചര്യമൊക്കെ ഒത്തു വന്നാൽ നാളെ തന്നെ നമുക്കെല്ലാം തീർക്കാം എന്നൊക്കെ പറയുവാണ് കൊട്ടേഷൻ സംഘത്തിലെ ആൾ. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുവാണേ. എന്നിട്ട് നീലിമ മനസ്സിലിങ്ങനെ ആ ദേഷ്യം പോകുന്നില്ല നീലിമയുടെ. നീലിമ പറയാണ്, സുധി നിന്നോടുള്ള പക ഞാൻ വീട്ടിരിക്കും സുധി, എൻ്റെ പൈസ ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കും സുധി എന്നൊക്കെ പറയുവാണേ. പിന്നെ കാണിക്കുന്നത് രവീന്ദ്രൻ നമ്മുടെ രേവതിക്ക് ചായയൊക്കെ ഇട്ട് കൊടുക്കുവാണ്. രേവതി പറയുന്നുണ്ട്, എന്തിനാണ് അച്ഛൻ ഇതൊക്കെയെന്ന് പറയുമ്പോൾ, നീ കുടിക്കും മോളെ, ചൂട് ചായയാണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുവാണ്. ഇവിടെയൊക്കെ ഓടി നടന്നോണ്ടിരുന്നവളല്ലേ, ബോറടിക്കുന്നുണ്ടല്ലേ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി ആദ്യം എന്നൊക്കെ പറയുവാണേ. എന്നിട്ട് രവീന്ദ്രനും രേവതിയും കൂടി കുറേ കളിതമാശകളൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ സച്ചി വരുന്നത്. കാറിൻ്റെ ഉള്ളിൽ നിന്ന് രേവതിക്കായിട്ടൊരു സമ്മാനം സച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഒരു വീൽ ചെയറാണ്. കാരണം മുറിയുടെ അകത്ത് തന്നെ കാലും ഇതാക്കി ഇരിക്കുമല്ലോ രേവതി. വീൽ ചെയറിലാവുമ്പോൾ സച്ചിക്ക് പുറത്തെവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോകാമല്ലോ രേവതി. അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു വീൽ ചെയർ മേടിച്ചുകൊണ്ടും വരുവാണ് സച്ചി. എന്നിട്ട് സച്ചി രവീന്ദ്രനും കൂടി രേവതി ആ വീൽ ചെയറിൽ ഇരുത്തുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, രേവതി ഇനി നിനക്ക് ബോറൊന്നും അടിക്കത്തില്ല, ഇതിലിങ്ങനെ ഇരുന്ന് ഇവിടെ വീട് ഫുള്ളും കറങ്ങാന്നൊക്കെ പറയുവാണേ. അപ്പോൾ തന്നെ രേവതി പറയുവാണ്, സച്ചിയേട്ടാ ആ പൂ കൊണ്ടുവരുന്ന ചേട്ടനോടൊന്ന് പൂ കൊണ്ടുവരാൻ പറ, എനിക്കിതിലിരുന്ന് പൂ കെട്ടാലോ എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുവേ. സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ഇവളെ ഇവിടെ തന്നെ കട്ടിലിൽ തന്നെ കിടത്താൻ പോവാം, ഇവക്ക് വീൽ ചെയറൊന്നും വേണ്ടാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, അതെന്താ സച്ചി എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുവാണ്, പിന്നെ ഒന്ന് വീൽ ചെയറിൽ ഇരുത്തിയപ്പോഴേക്കും അവളെ വീണ്ടും പണിയെടുക്കാനുള്ള മനസ്സാണ് അച്ഛാന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, രേവതി നീ ഇപ്പം ഒന്നും പൂവൊന്നും കെട്ടേന്നും വേണ്ട, കുറച്ച് നാൾ നല്ലോണം റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് രേവതിയെ ഉപദേശിക്കുന്നുണ്ട്. രവീന്ദ്രൻ പോകുമ്പോഴേക്കും നമ്മുടെ രേവതി സച്ചി അടുത്തോട്ട് വിളിക്കുവാണ്. കാരണം സച്ചിയുടെ ഒരു രൂപം കാണുമ്പോൾ രേവതിക്ക് നല്ലൊരു സംശയം. രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ്റെ എന്താ ബട്ടണൊക്കെ, ഷർട്ടിൻ്റെ ബട്ടൺ പൊട്ടിയിരിക്കുന്നു, അതുപോലെ തന്നെ ഷർട്ടൊക്കെ എന്താ ചുളുങ്ങിയിരിക്കുന്നു എന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ നമ്മുടെ സച്ചി കിടന്ന് തപ്പി കളിക്കുവാണ്. അത് പിന്നെ ഞാൻ നയം ചെയ്തില്ല രേവതി എന്നൊക്കെ പറയുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ കള്ളം പറയണ്ട, സച്ചിയേട്ടൻ എവിടെയോ പോയി അടി ഉണ്ടാക്കിയിട്ടുണ്ട്, വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ, പിന്നെ അച്ഛനുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കാത്തതെന്നൊക്കെ രേവതി പറയുവാണേ. സച്ചി അപ്പം മറുപടിയൊന്നും പറയുന്നില്ല. സച്ചി പറയുന്നുണ്ട്, രേവതി നീ ഇങ്ങനെ വെറുതെ ഓരോന്നും ചോദിക്കാതെ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അയാളെ പിടിക്കാൻ വേണ്ടി പോയതാണല്ലേ സച്ചിയേട്ടൻ എന്ന് പറയുമ്പോഴേക്കും സച്ചി സമ്മതിച്ചു കൊടുക്കുന്നില്ലേ. സച്ചി പറയുന്നുണ്ട്, വാ രേവതി വിഷയം മാറ്റുവാണേ, രേവതി നമുക്ക് ഈ വീടൊക്കെ ഫുള്ള് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതിയെ വീൽ ചെയറിലെത്തി സച്ചി കറക്കുവാണേ. പക്ഷേ രേവതിക്ക് നല്ല സംശയമുണ്ട്. അപ്പോൾ സച്ചിയുടെ മനസ്സിൽ ഇങ്ങനെയാണ്, ഇവളെങ്ങനെ ഇതൊക്കെ കണ്ടുപിടിക്കുന്നു എന്നുള്ളൊരു മൈൻഡാണ് സച്ചിക്ക്. രേവതിയാണെങ്കിൽ സംശയത്തോടെ ഇങ്ങനെ സച്ചിയെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് അച്ചമ്മ വരുവാണേ ചന്ദ്രോദയത്തിലോട്ട്. ഓട്ടോയിലാണ് വരുന്നത്. നല്ല ദേഷ്യത്തിലാണ് അച്ചമ്മ വരുന്നത്. രവീന്ദ്രൻ പറയുന്നുണ്ട്, അമ്മേ ഓട്ടോക്കാശ് ഞാൻ കൊടുത്തോളാം, അമ്മ ഇങ്ങോട്ട് വാന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ ദേഷ്യത്തിൽ തന്നെ പറയും. വേണ്ടാന്ന് പറയുമ്പോൾ രവീന്ദ്രനെ മനസ്സിലാവുന്നുണ്ട്, അമ്മ നല്ല ദേഷ്യത്തിലാന്ന് വിചാരിക്കുവാണേ. എന്നിട്ട് നേരെ വന്നതും നമ്മുടെ അമ്മ രവീന്ദ്രൻ്റെ അമ്മ രവീന്ദ്രൻ്റെ ചെവിക്ക് പിടിച്ചിട്ട് തിരിക്കുകയാണ്. രേവതി മൂക്കൊരു അപകടം പറ്റിയിട്ട് എന്നോട് ഇപ്പോഴാണ് ഇവിടെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അമ്മേ അമ്മക്ക് വിഷമാവൂന്ന് കരുതി ഞാൻ അങ്ങ് പറയാതിരുന്നേന്ന് പറയുമ്പോൾ
അവരതൊന്നും കേൾക്കുന്നില്ലേ. നല്ല ദേഷ്യത്തിൽ തന്നെയാണ് രവീന്ദ്രനോട്. ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ രേവതി മോക്കെന്ന് ചോദിക്കുമ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല, നടക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, ഓ നടക്കാൻ പറ്റില്ലെന്നോ, അതൊരു ചെറിയ കാര്യമാണോടാ, എങ്ങനെ ഓടി നടന്ന പെണ്ണായി വീട്ടിൽ, ഇപ്പോൾ ഉത്സവം കഴിഞ്ഞ ഉത്സവ പറമ്പ് പോലെയുണ്ട്, നോക്ക് മുറ്റത്തൊരു കോലം പോലും ഇല്ല എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ആരിടാനാ അമ്മേ, രേവതി മോക്ക് വയ്യാതിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, വേറെ 2 മരുമക്കളില്ലേ, അവരിടത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയാണ്, അവർക്ക് ഇതൊന്നും അറിയത്തില്ല അമ്മേ. അപ്പോഴേക്കും അമ്മ ചോദിക്കും, നമ്മുടെ രേവതി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുറിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മുറിയിലാണെന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല അതിനവർക്ക് ഇവിടെ മുറിയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ശ്രുതിയുടെയും മുറി അവർക്ക് കൊടുത്തു, അതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കുഴപ്പമില്ല, ഇനി എൻ്റെ അമ്മ വന്നില്ലേ, ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് രവീന്ദ്രൻ പറയുവാണ്. എന്നിട്ട് നമ്മുടെ അച്ഛമ്മ നേരെ പോകുവാണ് രേവതിയെ കാണാൻ വേണ്ടിയിട്ട്. രേവതിയെ കണ്ട് അച്ചമ്മ പൊട്ടിക്കരയുവാണ്. എനിക്ക് എൻ്റെ മോളെ ഇങ്ങനെ കാണുമ്പോൾ സങ്കടം വരുന്നു, എൻ്റെ നെഞ്ചു പൊട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ കരയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അച്ചമ്മ എനിക്കൊരു കുഴപ്പമില്ല, കാലിനൊരു ചെറിയ പൊട്ടലേ ഉള്ളൂ, പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുവാണ്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, എങ്ങനെ പറന്നു നടന്നിരുന്ന എൻ്റെ മോളാ ഇപ്പോൾ ഇരിക്കുന്ന കണ്ടില്ലേ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അച്ചമ്മയെ സച്ചിയേട്ടൻ എനിക്ക് വീൽ ചെയർ മേടിച്ച് തന്നില്ലേ, ഇനി എനിക്ക് ഇവിടെയൊക്കെ കറങ്ങി നടക്കാം ഈ വീൽ ചെയറിൽ, എപ്പോഴും ഓടി നടന്നിരുന്ന ആളല്ലേ, ദൈവം വിചാരിച്ച് കാണും കുറച്ച് നാളൊന്ന് ഇരുന്ന് ചിന്തിക്കട്ടെ എന്നൊക്കെ, അതാ ഇങ്ങനെ ഒരു അപകടം പറ്റിയെന്നൊക്കെ രേവതി പറയുവാണേ. പക്ഷെ അച്ചമ്മക്ക് ഭയങ്കര സങ്കടം. അച്ചമ്മ പറയുന്നുണ്ട്, ബാക്കി 2 മരുമക്കളെ പോലെ അല്ല എൻ്റെ രേവതി മോള്, കുടുംബത്തോട് ഉത്തരവാദിത്വം ഉള്ളവളാ, അവൾക്ക് ഈ ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ വിഷമിക്കുവാണേ. എന്നിട്ട് ചന്ദ്രമതിയെ കൂട്ടത്തിൽ ചീത്തയും പറയുന്നുണ്ട്, അവൾക്ക് വല്ല വിചാരമുണ്ടോ, അവളുടെ മൂത്ത മരുമോളല്ലേ ഇവിടെ ഈ അപകടം പറ്റിയിരിക്കുന്നത്, അതുപോലെ തന്നെ നിന്നെപ്പറ്റി വല്ല വിചാരമുണ്ടോ, അവൾക്ക് അവളുടെ മക്കളെ പറ്റി വിചാരമുണ്ടോ, രേവതിയുടെ ഈ വയ്യാത്ത അവസ്ഥയിൽ അവൾ തീർത്ഥാടനത്തിന് പോയിരിക്കുന്നു, തീർത്ഥാടനം കഴിഞ്ഞ് ഇങ്ങോട്ട് പറ്റി, പിന്നെ ഒരു നല്ല കാര്യമല്ലേ എന്നോർത്തിട്ട് ഞാൻ കൂടുതലൊന്നും പറയാത്തേ എന്നൊക്കെ പറയുവാണ് അച്ചമ്മ. ഏതായാലും നല്ല ദേഷ്യത്തിലാ ചന്ദ്രമതി വീട് വിട്ട് പോയതിൽ. എന്നിട്ട് അച്ചമ്മ ചോദിക്കുന്നുണ്ട്, ആ സച്ചി എവിടെ, അവൻ വണ്ടി ഓടാൻ വേണ്ടി പോയോ, നിനക്ക് ഈ വയ്യാത്ത സമയത്തും അവൻ ഓടണമെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഇല്ല അച്ചമ്മേ, സച്ചേട്ടൻ ബാത്റൂമിൽ കയറിയിട്ട് കുറേ നേരമായി, അച്ചമ്മ വന്ന് സൗണ്ടൊക്കെ കേട്ട് പേടിച്ച് നിൽക്കുമായിരിക്കും. അപ്പം അച്ചമ്മ പറയും, അതെന്തിനാ, അല്ല അപകടം പറ്റിയ വിവരം സച്ചേട്ടനും വിളിച്ച് പറഞ്ഞില്ലല്ലോ, അതിൻ്റെ ദേഷ്യത്തിലാണ് അച്ചമ്മ എന്ന് സച്ചേട്ടനെ നല്ലതുപോലെ അറിയാം, ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുമെന്നറിയാലോ, അതുകൊണ്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണേന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പോയി ബാത്റൂമിൽ കൊട്ടി സച്ചിയെ പുറത്തോട്ട് ഇറപ്പിക്കുവാണേ. അപ്പോൾ സച്ചി ഒന്നും അറിയാത്ത പോലെ, അച്ചമ്മ വന്നോ, സന്തോഷമായി എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ സച്ചിയുടെ ചെവി പിടിച്ച് തിരിച്ചിട്ട് ഒരുപാട് ചീത്ത പറയുന്നുണ്ട്, എൻ്റെ രേവതി മോക്ക് അപകടം പറ്റിയത് എന്താടാ വിളിച്ചു പറയാതെ, നീയും കൊള്ളാം നിൻ്റെ അച്ഛനും കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയുടെ ചെവി പിടിച്ച് തിരിക്കുവാണ്. എന്നിട്ട് അച്ചമ്മയുടെ പരിഭവങ്ങളൊക്കെ പറയുന്നുണ്ട് സച്ചിയോട്. എന്നിട്ട് അച്ചമ്മ രേവതിയെയും കൊണ്ട് വീൽ ചെയറും തള്ളി പുറത്തോട്ടൊക്കെ ഇറങ്ങുവാണേ. എന്നിട്ട് അച്ചമ്മ പറയുന്നുണ്ട്, എന്നാലും ഏത് ദ്രോഹിയാണ് എൻ്റെ കുഞ്ഞിനെ ഇടിച്ചിട്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഇടിച്ചിട്ട കാറ് നിർത്താതെ പോയ അച്ചമ്മ, അവിടെ കൂടി നിന്നതിൽ ആരോ ഒരാളെ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെന്നൊക്കെ പറയുമ്പോൾ അച്ചമ്മ പറയും, അയാൾക്ക് എന്തായാലും ദൈവം നല്ലതേ വരുത്തുള്ളൂ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇപ്പം ഞങ്ങൾക്ക് ഒരാളെ സംശയം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ ചോദിക്കും, ആരാ അയാളെന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, അമ്മേ അയാളുടെ സംശയമുള്ള കാര്യം പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞിട്ടുണ്ട്, പോലീസുകാർ എത്രയും പെട്ടെന്ന് അവനെ പിടിക്കും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത്. ഗജാനന്ദൻ എന്ന് പറഞ്ഞ ഒരാളാണ്, അയാൾ പണ്ടും സച്ചിയേട്ടനായിട്ട് എപ്പോഴും പ്രശ്നമായിരുന്നു, സച്ചിയേട്ടൻ ഒരുപാട് തല്ലിയിട്ടൊക്കെ ഉണ്ട് അയാളെന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുവേ സച്ചിയെ, എന്നിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്, എനിക്ക് സന്തോഷമായി, നീ അവനിട്ട് കൊടുത്തല്ലോ, ഏതായാലും കൊള്ളപ്പലിശൊക്കെ കാശ് കൊടുക്കുന്ന ആളായിരുന്നല്ലേ, രേവതി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അയാളെ തല്ലിയയിലൊക്കെ അച്ചമ്മ സന്തോഷം പ്രകടിപ്പിക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അമ്മ എന്താ അമ്മ അവനിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, പിന്നെ എൻ്റെ മോൻ മറ്റുള്ളവരുടെ നല്ലതിന് വേണ്ടി അവനെ തല്ലിയില്ലേ, നല്ല കാര്യം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചിക്കും സന്തോഷമാവേ. സച്ചി പിന്നെ ഗജാനന്ദൻ്റെ വിശേഷമൊക്കെ പറയുകയാണ്, അയാൾ ഭയങ്കര ആളാണമ്മേ, എൻ്റെ കാറിൽ കഞ്ചാവ് കടത്താൻ നോക്കിയിട്ട് എന്നെ കുടുക്കിയ ആളാണ്, അയാൾക്കിട്ട് ഞാൻ നല്ലത് കൊടുത്തു, ഇപ്പോൾ അയാളെ നാട്ടുകാർക്കും ആർക്കും ഒരു വിലയില്ലാത്ത ആളായി, അയാൾ ഭീഷണിപ്പെടുത്താൻ പോയാൽ പോലും ആളുകൾ പരിഹസിച്ചിട്ടാണ് വിടുന്നത്, അയാളെ ആർക്കും ഒരു വിലയില്ല എന്നൊക്കെ സച്ചി പറയുവാണ്. അച്ചമ്മക്ക് അതൊക്കെ കേട്ടിങ്ങനെ ചിരിക്കുവാണേ. എന്നോടുള്ള പക അയാൾ രേവതിയോട് വീട്ടിയതാ അച്ചമ്മയെന്നൊക്കെ സച്ചി പറയുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, ആക്സിഡൻറ്റിന് 2 ദിവസം മുമ്പ് ദേവുവിൻ്റെ അടുത്തും രേവതിയുടെ അമ്മയുടെ അടുത്തൊക്കെ പോയി അയാൾ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു, അതിനുശേഷമായിരുന്നു ഈ ആക്സിഡൻറ്റ്, കൊല്ലുക എന്തായിരുന്നു ഉദ്ദേശം എന്നൊക്കെ പറയുമ്പോഴേക്കും അച്ചമ്മ ദേഷ്യം വന്ന് സച്ചിയെ തട്ടി മാറ്റുവാണേ. അപ്പോഴേക്കും സച്ചി പറയും, എന്താ അച്ചമ്മ എന്തിനാ എന്നെ തള്ളിയെന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് അവനെ കൊന്നൂടായിരുന്നോടാ, അവൻ്റെ ഇടിച്ച് പരിപ്പിളക്കിക്കൂടായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ സച്ചിയോട് ചൂടാവുകയാണേ. സ്വന്തം ഭാര്യയെ
ഇടിച്ചിട്ടവൻ ആരാണെന്ന് അറിഞ്ഞിട്ട് പോലും വെറുതെ വിട്ടിട്ട് വന്നിരിക്കുക. നീ ഞാൻ വളർത്തിയ സച്ചി തന്നെയാണോടാ, അതാ ചന്ദ്രമതി വളർത്തിയ സുതിയോ എന്നൊക്കെ ചോദിച്ച് അച്ചമ്മ ചൂടാവുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, നിയമം നമ്മൾ കയ്യിലെടുക്കുന്നത് ശരിയല്ലല്ലോ അമ്മേ. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തത് നല്ല കാര്യം, പക്ഷേ പോലീസിന് അവനെ പിടിച്ച് 2-3 ഇടിയും കൊടുത്ത് നിങ്ങൾ തന്നെ അവനെ എടുത്തെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണമായിരുന്നു. അപ്പോൾ അവർക്ക് അത്രയും പണിയും കുറയും, നിനക്ക് 2 ഇടിയും കൊടുക്കുമായിരുന്നു അവനെ എന്നൊക്കെ അച്ചമ്മ പറയുവാണ്. ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് സന്തോഷമാവാണ്. കാരണം തൻ്റെ അച്ചമ്മ തനിക്ക് സപ്പോർട്ടാണല്ലോ. താൻ ഗജാനന്ദൻ ഇടിച്ച കാര്യമൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല. അത് സച്ചിക്ക് എന്നാലും ഇടിച്ചതിൽ ഇപ്പം സന്തോഷം തോന്നുന്നുണ്ട് അച്ചമ്മ പറയുന്നത് കേൾക്കുമ്പോൾ. എന്നിട്ട് അച്ചമ്മ പറയുന്നുണ്ട്, എവിടെയാണ് അവൻ്റെ വീട്, ഇപ്പം തന്നെ പോയി അവനെ 2 ഇടി കൊടുത്തിട്ട് വാ, ഞാനും വരാം എന്നൊക്കെ പറയുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും, അമ്മയൊന്ന് വെറുതെ ഇരി അമ്മേ, ഞങ്ങൾ എങ്ങനെയെങ്കിലും അവനെ സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സച്ചിയും വിളിച്ചുകൊണ്ട് രവീന്ദ്രൻ പോവുകയാണ്. അപ്പോൾ അച്ചമ്മ രേവതിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ നീ അവനെ തടഞ്ഞേന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മേ ഞങ്ങൾ തടഞ്ഞുവെങ്കിലും സച്ചേട്ടൻ അയാളെ പോയി നല്ല ഇടിയിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് രേവതി പറയുവാണ്. അപ്പോഴേക്ക് അച്ചമ്മ പറയും, അതാണ് ഞാൻ വളർത്തിയ സച്ചി, അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് തൻ്റെ വിഷമം വീണ്ടും പറയുവാണ് അച്ചമ്മ, എത്രയും പെട്ടെന്ന് മോളൊന്ന് എഴുന്നേറ്റ് നടന്നാൽ മതിയായിരുന്നു, മോൾ എഴുന്നേറ്റ് നടന്നിട്ട് ഇനി അച്ചമ്മ പോകൂ എന്നൊക്കെ പറയുവാണ്. ഇത്രയും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.